ആദരണീയനായ ഈ സെഷൻ്റെ അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യ പണ്ഡിതൻ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗം EK ഇബ്രാഹിം കുട്ടി മൗലവി, പ്രിയപ്പെട്ട താജുക്ക അടക്കമുള്ള വേദിയിലെ സംഘടനാ നേതാക്കളെ, ISMൻ്റെ പ്രിയങ്കരായ ഭാരവാഹികളെ, ജില്ലാ ഭാരവാഹികളെ, ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രൗഢ ഗംഭീരമായ പ്രഭാഷണം എന്ന് പറഞ്ഞൊരു വലിയ ഉത്തരവാദിത്തം തന്നിട്ടാണ് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിട്ടുള്ളത്. നിങ്ങളാണെങ്കിൽ ഉച്ചക്ക് കഴിച്ച നെയ്ച്ചോറും ചിക്കനും അതുണ്ടാക്കുന്ന ആലസ്യവുമൊക്കെ അനുഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകളിൽ ഉറങ്ങാത്ത ആളുകളൊന്ന് കൈവെക്കൂ. ഉറങ്ങാത്തവർ മാത്രം കൈവയ്ക്കും. ഓക്കെ. ആദർശ യൗവനം, ആത്മാഭിമാനം എന്ന തലക്കെട്ടിൽ എല്ലാ ജില്ലകളിലും ISMൻ്റെ സമ്മേളനങ്ങളാണ്. സമ്മേളനങ്ങൾ ISMൻ്റെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എന്നുള്ള നിലക്കാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. സംസ്ഥാന വ്യാപകമായി മുജാഹിദ് യുവജന പ്രസ്ഥാനത്തിലേക്ക് 18 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരെ മുഴുവൻ മുജാഹിദ് ആശയവും മുജാഹിദ് ആദർശവുമുള്ള മുജാഹിദ് കുടുംബങ്ങളിൽപ്പെട്ട എല്ലാ ചെറുപ്പക്കാരെയും നമ്മുടെ സംഘടനയോടൊപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു വലിയ ക്യാമ്പയിനായിട്ടാണ് മെമ്പർഷിപ്പ് പ്രവർത്തനം തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ നാട്ടിലുമുള്ള നമ്മുടെ സെൻറ്ററിലോ മദ്രസയിലോ പള്ളിയിലോ വരുന്ന ആളുകളെ മെമ്പർഷിപ്പ് ചേർക്കുക എന്നതിലുപരിയായി ഓരോ പ്രദേശത്തും വീടാന്തരം കയറി ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരായ യുവാക്കളായ 45 വയസ്സുവരെ പ്രായമുള്ള ആളുകളെ ഉൾപ്പെടുത്തി മെമ്പർഷിപ്പ് ചേർക്കുക എന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഞാൻ ആമുഖമായി തന്നെ ഈ സംസാരം കേൾക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട ISMൻ്റെ സഹപ്രവർത്തകരോട് നിർബന്ധമായും നമ്മുടെ ജില്ലാ അതിർത്തിക്കുള്ളിൽ ഏതെങ്കിലും രൂപത്തിലുള്ള മുജാഹിദ് ആശയത്തോട് പൊരുത്തമുള്ള ഒരു ചെറുപ്പക്കാരനും ISMൻ്റെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാതെ നഷ്ടപ്പെട്ടു പോകരുത് എന്ന ഒരു ജാഗ്രത ശാഖാതലത്തിലെ ISMൻ്റെ പ്രവർത്തകന്മാർ മുതൽ ജില്ലാ പ്രസിഡന്റ് വരെയുള്ള തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ ISM ഭാരവാഹികൾക്കും നേതാക്കൾക്കും ഉണ്ടാകണം എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും കാലവും മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു സംഘടനയുടെ പ്രാധാന്യം എന്താണ് എന്ന് ഓരോ സെക്കൻഡിലും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊരിക്കലും മറന്നു പോകാൻ കഴിയാത്ത, വിസ്മരിക്കാൻ കഴിയാത്ത, നമ്മുടെ വീട്ടിൽ മറ്റെന്തും ഉണ്ടാകണമെന്നതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒന്നായി, നിർബന്ധപൂർവം ഉറപ്പുവരുത്തേണ്ടുന്ന ഒന്നായി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം മാറിയ ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പഴയകാല മുജാഹിദ് മഹല്ലുകൾ നിങ്ങൾ സങ്കല്പിച്ചു നോക്ക്. 30 കൊല്ലം മുമ്പോ 40 കൊല്ലം മുമ്പോ 50 കൊല്ലം മുമ്പോ ഒക്കെ മുജാഹിദ് പ്രസ്ഥാനം എത്തി എന്ന് പറയുന്ന ശാഖകൾ ഉണ്ടാവും, യൂണിറ്റുകൾ ഉണ്ടാവും.
ആ ശാഖകളുടെ യൂണിറ്റുകളുടെ സാഹചര്യങ്ങൾ എന്താണ്? എത്രമാത്രം ഉണർവാണ് അവിടെ ഉള്ളത്? എന്തുകൊണ്ടാണ് നമ്മുടെ പരമ്പരാഗത മഹല്ലുകൾ, പഴയകാല മുജാഹിദ് മഹല്ലുകൾ, തഴക്കവും പഴക്കവും പാരമ്പര്യവും ഏറെ പറയാനുള്ള മുജാഹിദ് പ്രദേശങ്ങൾ ഉറങ്ങിപ്പോകുന്നതിൻ്റെയോ ഉണങ്ങിപ്പോകുന്നതിൻ്റെയോ കാരണം എന്താണ്? അത് നമ്മൾ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിനകത്താണ് ഈ ചോദ്യം ഉണ്ടാകേണ്ടത്. നമ്മുടെ തലച്ചോറിലാണ് അതിൻ്റെ ഉത്തരം ഉരുത്തിരിഞ്ഞു വരേണ്ടത്. നമ്മളാണ് ഇതിന് പരിഹാരങ്ങൾ കാണേണ്ടത്. ഒരിക്കലും ആശ്വസിച്ച് ജീവിക്കാവുന്ന ചുറ്റുപാടല്ല നമ്മുടേത്. അത് ആൺകുട്ടിയെ കുറിച്ചാണെങ്കിലും പെൺകുട്ടിയെ കുറിച്ചാണെങ്കിലും സമാധാനത്തോടുകൂടെ ജീവിക്കാവുന്ന സന്ദർഭങ്ങളിലൂടെ അല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ പരസ്പരം മാതാപിതാക്കൾ പങ്കുവെക്കാറുണ്ട്. എന്തെല്ലാം ആശയങ്ങളാണ് കൗമാരത്തെയും യൗവനത്തെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്? ഏതെല്ലാം ചിന്തകളാണ്, ദാർശനികമായ എന്തെല്ലാം വീക്ഷണങ്ങളാണ് നമ്മുടെ ആൺമക്കളുടെയും പെൺമക്കളുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുവേ മക്കളെ ഹിദായത്തിലാക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നേർമാർഗത്തിൽ നിലനിർത്തി നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ഉമ്മയും നമ്മുടെ കൂട്ടത്തിലില്ല, ഒരു വാപ്പയും നമ്മുടെ കൂട്ടത്തിലില്ല. പ്രാർത്ഥനയ്ക്കപ്പുറം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആദ്യമായി നമ്മുടെ ഭാര്യയെ സമീപിക്കുന്ന സമയത്ത് കിടക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ പലതവണ പ്രാർത്ഥിച്ചതാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോ, ഭാര്യയെ സമീപിക്കുമ്പോ ഒരു സത്യവിശ്വാസി അങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഇന്നത്തെ ബന്ധത്തിൽ ഒരു സന്താനം ഉണ്ടാവുകയാണെങ്കിൽ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരുന്ന രാത്രിയാണ് ഇന്നെങ്കിൽ, ഞങ്ങളുടെ ഈ ബന്ധത്തിലൂടെ കുടുംബത്തിലേക്ക് ഒരംഗം കൂടി വരികയാണെങ്കിൽ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹാകണേ, നല്ല സന്താനത്തെ നല്ല മക്കളെ തരണേ എന്ന് പറഞ്ഞിട്ടാണ് ഇണയെ നമ്മൾ സമീപിച്ചത്. അന്നു മുതൽ ഭാര്യയുടെ ഭർത്താവിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നതിന്റെ ആ സെക്കൻഡ് മുതൽ നമ്മൾ നിരന്തരമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയ്ക്കപ്പുറം എന്റെ ചോദ്യം, ഞാനത് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനയെ, മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയെ പറ്റി പറയുന്നത്. പ്രാർത്ഥനയ്ക്കപ്പുറം മക്കൾക്ക് വേണ്ടി ബോധപൂർവം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മക്കൾ നേരായ വഴിയിലാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേവലമായ പ്രാർത്ഥനകൾക്കപ്പുറമായി നമ്മൾക്ക് ചെയ്തു തീർക്കാനുള്ള വലിയ ചില ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എറണാകുളത്തേക്കാണ് യാത്ര ചെയ്യേണ്ടത്. മഗ്‌രിബ് നമസ്കാരത്തിന് എറണാകുളത്തെത്തണം. മഗ്‌രിബ് നമസ്കാരത്തിന് സമയമാകുമ്പോഴേക്ക് യാത്രയെല്ലാം ഭംഗിയായി എറണാകുളത്തെത്തണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ സംഭവിക്കുക? ഞാൻ ഇവിടെ ഈ സദസ്, ഈ വേദിയിൽ തന്നെ ഇരുന്ന് ഞാനിങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ പടച്ചോൻ എന്നെ വന്നിട്ട് ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി അള്ള കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? മക്കളെ സ്വാലിഹാക്കണേ എന്ന് പറയുമ്പോ ആ പ്രാർത്ഥനക്കപ്പുറം നമ്മൾ എന്താണ് ചെയ്തത്? ഞാൻ ഇവിടുന്ന് പുറത്തുപോയി ഒരു വാഹനമെടുത്ത് യാത്ര ചെയ്ത് എറണാകുളത്തേക്ക് പോകാനുള്ള എൻ്റെ എല്ലാ പണികളും എൻ്റെ ഭാഗത്ത് നിർവഹിക്കാനുള്ളതെല്ലാം നിർവഹിച്ചിട്ടാണ് അള്ളാഹുവെ സുരക്ഷിതമായി എന്നെ എൻ്റെ യാത്രാ സ്ഥലത്ത് എത്തിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. മക്കളുടെ കാര്യത്തിൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കും. പ്രാർത്ഥനക്കപ്പുറം പ്രവർത്തനങ്ങളില്ലാത്ത ഒന്നായി മക്കളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ മാറുകയാണ്. അതുകൊണ്ടാണ് അപകടകരമായ ആശയങ്ങളുടെ സ്വാധീനങ്ങൾ
പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് കടന്നു വരുന്നത്. നമുക്കൊരു കാലത്ത് മദ്യപാനിയായി മാറുമോ എന്ന ഭയപ്പാടായിരുന്നു കുട്ടിയെപ്പറ്റി. ഏതെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടു പോകുമോ എന്ന പേടിയായിരുന്നു മക്കളെ കുറിച്ച്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അവിഹിതമായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട കാലങ്ങൾ നമ്മുടെ കൗമാരപ്രായത്തിലുള്ള മക്കളെ കുറിച്ച് നമുക്കുണ്ട്. ആൺകുട്ടി എങ്ങാനും തെറ്റി, പെൺകുട്ടി എങ്ങാനും പിഴച്ച് ഏതെങ്കിലും ബന്ധങ്ങളിൽ പെട്ടുപോകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ട കാലങ്ങളുണ്ട്. പുതിയ കാലത്ത് നമ്മൾ ആശങ്കപ്പെടുന്നത് നാളെ വന്നിട്ട് എന്റെ മകനെങ്ങാനും എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്ത് പടച്ചോൻ, എന്ത് റബ്ബ്, ഏതല്ല എന്ന് ചോദിക്കുന്ന ദൈവനിഷേധത്തിന്റെ, നിരീശ്വരവാദത്തിന്റെ, ഭൗതികവാദത്തിന്റെ ആശയവും ആദർശവും തലച്ചോറിൽ പേറുന്നവരായി മക്കൾ മാറുമോ എന്ന ആശങ്കയുടെ മുൾമുനയിലാണ് വർത്തമാനകാലത്ത് നാം ജീവിക്കുന്നത്. പ്രാർത്ഥനകൾ മാത്രമല്ല ഇതിന് പരിഹാരം. നമ്മുടേതായ ചില ദൗത്യങ്ങൾ നിർവഹിക്കണം. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനകത്തേക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ സ്വാധീനമുണ്ടായത്? എങ്ങനെയാണ്, ഏത് സുപ്രഭാതത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം നമ്മൾ തിരിച്ചറിഞ്ഞത്, നമുക്കത് ബോധ്യപ്പെട്ടത്? ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഖബറിന്റെ അടുക്കൽ പോകില്ല എന്ന തീരുമാനം എന്നാണ്, എപ്പോഴാണ് നമ്മളിൽ സ്വാധീനമുണ്ടാക്കിയത്? ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി, ഒരു ഖബറിനെ ആരാധിക്കുന്നതിനു വേണ്ടി, മരിച്ചവരുടെ നേരെ കൈകൾ ഉയർത്തുന്നതിനു വേണ്ടി ഖബറിന്റെ അടുക്കൽ പോകില്ലെന്ന തീരുമാനം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനകത്ത് സ്വാധീനമുണ്ടാക്കിയത്? അത് നമ്മളൊരു ദിവസം നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നപ്പോ കാറ്റത്ത് വന്നിട്ട് നമ്മുടെ ചങ്കിലൂടെ നെഞ്ചിലേക്ക് കയറി വന്നതാണ് എന്ന് നമ്മൾ പറയോ? എങ്ങനെയാണ് ഈ ആശയങ്ങൾ നമുക്ക് കിട്ടുന്നത്? അത് ഒരുപാട് മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ്. നമ്മുടെ സമകാലികരും മുൻഗാമികളുമായ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഊണുമുറക്കവുമില്ലാത്ത കഠിനാധ്വാനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം എത്തുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി പോകുമ്പോ മിനയിൽ രാത്രിയിൽ തമ്പടിച്ച സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു, ഒരു യുവാവ്. അയാള് ഓരോ തമ്പിനും അടുത്തു വന്ന ആ തമ്പിന്റെ അടുത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ആളുകളോട് പറയുന്നു, യാ യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. ഓരോ തമ്പിനും അടുത്തു വന്നിട്ട് ആ ചെറുപ്പക്കാരൻ, യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുവിൻ, തുഫ്ലിഹു, എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും എന്ന് പറയുന്നു. ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ മറ്റൊരാൾ ഉണ്ടായിരുന്നു. അയാള് ഇത് പറയുമ്പോ, ഈ ചെറുപ്പക്കാരൻ ഇത് പറയുമ്പോ, ആളുകൾ ഇതിന് ചെവി കൊടുക്കുമ്പോ ആ ആളുകളോട് ഇയാൾ വിളിച്ചു പറയും, കൂടെയുള്ള ആൾ വിളിച്ചു പറയും, നിങ്ങൾ ഒരിക്കലും ഈ ചെറുപ്പക്കാരന് ചെവി കൊടുക്കരുത്, അയാളെ ശ്രദ്ധിക്കരുത്. എനിക്കറിയാം ഇതാരാണെന്ന്, ഇവൻ പിഴച്ചു പോയതാണ്. നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പാരമ്പര്യങ്ങളെയും നമ്മുടെ ദൈവങ്ങളെയും ഒക്കെ ആക്ഷേപിക്കുന്ന, ചീത്ത പറയുന്ന പിഴച്ച ആശയത്തിന്റെ വക്താവാണിവൻ, ഇവന് ചെവി കൊടുക്കരുത് എന്ന് പറഞ്ഞ് ആ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ മണ്ണ് വാരിയെടുത്തിട്ട് ഈ ചെറുപ്പക്കാരനെ എറിഞ്ഞാട്ടും. അപ്പൊ ആ ചെറുപ്പക്കാരൻ അടുത്ത തമ്പിന്റെ അടുത്ത് പോകും. എന്നിട്ട് അവിടുത്തെ ആളുകൾ വിളിച്ചിട്ട്, യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുവിൻ, തുഫ്ലിഹു, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും എന്ന് പറയും. ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടുമ്പോ പിന്നാലെ ഇയാൾ വരും. എന്നിട്ട് അയാൾ പറയും, നിങ്ങൾ അവനെ ചെവി കൊടുക്കല്ലേ, നിങ്ങൾ അവനെ കേൾക്കല്ലേ, ഇവൻ പിഴച്ചു പോയതാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പിഴച്ചുപോയ നമ്മുടെ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും ഒക്കെ തള്ളിപ്പറയുന്നവനാണിവൻ എന്ന് പറഞ്ഞിട്ട് അയാൾ മണ്ണ് വാരിയെടുത്തിട്ട് ഈ ചെറുപ്പക്കാരൻ എറിയും. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്, ഓരോ തമ്പിനും അടുത്ത് ഒറ്റയ്ക്ക് ചെന്ന് അവിടുത്തെ ആളുകളെ
രാത്രി വിളിച്ചു കൂട്ടിയിട്ട് യാ യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എൻ്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചുകൊണ്ട് തൗഹീദിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകുമോ? തുഫ്ലിഹു, എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് നടന്ന ആ ചെറുപ്പക്കാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. പിന്നാലെ നടന്ന് മണ്ണ് വാരി എറിഞ്ഞ് അദ്ദേഹത്തെ ഉപദ്രവിച്ചത് അബൂജഹലുമായിരുന്നു. ഞാൻ പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന് ഒറ്റയ്ക്ക് നടന്ന് ജനങ്ങളെ പഠിപ്പിച്ച് ആളുകളുടെ തലച്ചോറിലേക്ക് ഈ ആശയത്തെ സ്വാധീനിച്ച് അത് അടുത്ത തലമുറക്ക് കൈമാറി വന്നിട്ടാണ് എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു ബോധ്യം ഉണ്ടായത്. അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് 4 ആള് വന്നിട്ട് നല്ല താടി വെച്ചിട്ട് നമ്മളോട് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ലെന്ന് പറയുമ്പോ ആണെന്ന് പറയാനുള്ള ഒരു ആർജവം അള്ളാഹുവിന്റെ പ്രവാചകൻ ഒറ്റക്ക് നടന്നുണ്ടാക്കിയ ആദർശ പ്രബോധനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായ ആർജവമാണ്. നമ്മുടെ പരിസരത്തുള്ള 100 കണക്കിന് കുടുംബങ്ങളിൽ, എന്റെയും നിങ്ങളുടെയൊക്കെ വീടുകളിൽ, സ്വന്തം കുടുംബങ്ങളിൽ, ചോരകളിൽ ജാറത്തിലേക്കും ദർഗയിലേക്കും പോകുന്നവരും മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇല്ലേ? നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ തൊട്ടയൽപക്കങ്ങളിൽ ഒരു ഉമ്മ പെറ്റ 4 മക്കളിൽ നമ്മൾ ഒരാള് തൗഹീദിന്റെ വക്താവും 3 ആളുകളും ഇപ്പോഴും പിഴച്ച കക്ഷികളിലും പിഴച്ച വിശ്വാസങ്ങളിലുമാണ് എന്ന് നമുക്ക് അഭിപ്രായമുള്ള ആളുകൾ ഇല്ലേ? ഇന്നഹു പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോ 5-ാം അധ്യായം സൂറത്ത് മാഇദയിൽ മയ്യുശ്രിക് ബില്ലാഹ്, ജാറത്തിൽ പോകുന്ന ഒരാള് എന്റെ ഏട്ടത്തി അങ്ങനെയാണ്, എന്റെ അനുജൻ അങ്ങനെയാണ്, വല്യപ്പപ്പോഴും അതിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ജാറത്തിലെ ദർഗയിലെ മരണപ്പെട്ടവരോടുള്ള പ്രാർത്ഥനയിലെ ബദരീങ്ങളെ, മമ്പുറത്തങ്ങളെ, മുഹമ്മദ് നബിയെ എന്നൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കാണുമ്പോ നമുക്കെങ്ങനെയാണ് അത് ലഘൂകരിക്കാൻ കഴിയുക? അതെങ്ങനെയാണ് നിസ്സാരവൽക്കരിക്കപ്പെടുക? അതിന്റെ ഗൗരവവും പ്രാധാന്യവും എപ്പോഴാണ് നമ്മളെപ്പോലെയുള്ള മുവഹിദുകളുടെ മനസ്സുകളിൽ നിന്ന് നഷ്ടപ്പെടുക? ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ശിർക്കാണത്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, മരണപ്പെട്ടാൽ അവർക്ക് സ്വർഗ്ഗം നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, നരകാവകാശിയാണ് അയാൾ. പരിശുദ്ധ ഖുർആനാണ് അങ്ങനെ പറയുന്നത്. ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അയാളോട് ഇത് ശിർക്കാണെന്ന് പറയാൻ, ഇത് തെറ്റാണെന്ന് പറയാൻ, മരണപ്പെട്ട് റബ്ബിന്റെ കോടതിയിൽ നാളെ പരലോകത്തെത്തിയാൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി നരകാവകാശിയായി തീരുമെന്ന് ആ മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ അതിനുള്ള ഉത്തരവാദിത്വത്തിന്റെ പേരാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ ജോലി തീർക്കാനുള്ള, ആ കർത്തവ്യം നിർവഹിക്കാനുള്ള നമ്മുടെ സംവിധാനത്തിന്റെ പേരാണ് നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമ്മളത് നിർവഹിക്കാതിരുന്നാൽ, നമ്മിലൂടെ അത് നിർവഹിക്കാതിരുന്നാൽ, നാം ഇവിടെ അമാന്തം കാണിച്ചാൽ, അശ്രദ്ധ കാണിച്ചാൽ, അലംഭാവം കാണിച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കൺമുമ്പിലൂടെ, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ തൊട്ടു മുമ്പിലൂടെ ശിർക്കിന്റെ വക്താക്കളായി ഇങ്ങനെ കടന്നു പോകുന്നതിന് സാക്ഷികളായി പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഓരോ യൂണിറ്റുകളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഓരോ ഘടകവും സജീവമാകണം. KNM ആണെങ്കിലും, ISM ആണെങ്കിലും, MSM ആണെങ്കിലും, MGM ആണെങ്കിലും, MGMന്റെ സ്റ്റുഡൻസ് വിങ് ആണെങ്കിലും, ഓരോ യൂണിറ്റിലും ഓരോ ശാഖയിലും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമാകണം. ഇതൊരു വലിയ രക്ഷാപ്രവർത്തനമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇതൊരു വലിയ രക്ഷാപ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു 5 വയസ്സുള്ള 6 വയസ്സുള്ള കുട്ടിയെ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ നമ്മൾ ആ രക്ഷപ്പെടുത്തിയവനെ കൊണ്ടുവന്ന് വേദിയിൽ കൊണ്ടുവന്ന് അവാർഡ് കൊടുക്കും. നമ്മൾ കൊടുത്തില്ലെങ്കിൽ രാഷ്ട്രപതി ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് മെഡൽ കൊടുക്കും. വെള്ളത്തിൽപ്പെട്ടിട്ട് നീന്താൻ കഴിയാതെ വെള്ളത്തിൽ താഴുകയും പൊങ്ങുകയും ചെയ്യുന്ന 5 വയസ്സുകാരന് 12 വയസ്സുകാരൻ ആ വെള്ളത്തിലേക്ക് കുളത്തി മെഡൽ കൊടുക്കും. ഒരു മനുഷ്യന്റെ ജീവന്, സുരക്ഷയ്ക്ക് അത്ര വലിയ പ്രാധാന്യമുണ്ട്, അത്ര വലിയ മഹത്വമുണ്ട് ഒരാളെ രക്ഷപ്പെടുത്തുന്നതിന്. നമ്മുടെ കൺമുമ്പിലാണ്
അള്ളാഹുവിന്റെ ശാശ്വതമായ ശാപകോപങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ നടന്നു നീങ്ങുന്നത്. എന്ത് രക്ഷാപ്രവർത്തനങ്ങളാണ് നമുക്ക് നിർവഹിക്കാൻ കഴിയുക? 1000 രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ ഒരു ഫണ്ടെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് സത്യസന്ധമായി ഇറങ്ങി വന്നാൽ കയ്യിലുള്ളതും പോക്കറ്റിലുള്ളതും എന്താണോ അവനവന്റെ സമ്പാദ്യമായുള്ളത് അത് നിങ്ങൾ നിക്ഷേപിച്ചിട്ട് 1000 രോഗികളെ സഹായിക്കുന്നതിന് നമ്മളൊക്കെ കൂട്ടായി നിന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന വലിയൊരു സംഖ്യ എടുക്കും. ഒരു പ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകൾക്കല്ല രോഗമുള്ളത്, 10,000 ആളുകളാണ് രോഗികളായിട്ടുള്ളത്. അവരുടെ മരുന്നുള്ളത് നമ്മുടെ കയ്യിലാണ്, അവർക്കുള്ള ചികിത്സയുള്ളത് നമ്മുടെ കയ്യിലാണ്, അവരുടെ രോഗമെന്താണ് എന്ന തിരിച്ചറിവും ബോധ്യവുമുള്ളത് നമുക്ക് മാത്രമാണ്. എന്ത് മരുന്ന് പ്രയോഗിച്ചാലാണ്, ഏതെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയാലാണ് മാരകമായ ഈ രോഗത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുക എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതും നമ്മളാണ്. സഹോദരങ്ങളെ, ഓരോ മനുഷ്യനും, ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും വളരെ കൃത്യമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഉത്ബോധനങ്ങൾ തിരിച്ചറിയുകയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ ഒരു മാർഗമായി, അതിനുള്ളൊരു ടൂളായി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ ഉപയോഗിക്കണം. സംഘടനാ പ്രവർത്തന രംഗത്ത് ഓരോ സെക്കൻഡും ജീവിച്ചപ്പോൾ, സംഘടനാ പ്രവർത്തന രംഗത്ത് ഓരോ നിമിഷങ്ങളും കഴിഞ്ഞുപോയ സമയങ്ങളിൽ സംഘടനാ പ്രവർത്തനത്തിൽ നിർവഹിച്ച രക്ഷാദൗത്യങ്ങളെ അഭിമാനത്തോടുകൂടെ ഓർക്കുന്ന, സന്തോഷത്തോടുകൂടെ അതിനെപ്പറ്റി ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സംഘടിതമായി നമുക്ക് ഇടപെടുന്നതിനു വേണ്ടിയാണ് നമ്മൾ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ നേതാക്കന്മാരും കഠിനാധ്വാനങ്ങൾ ചെയ്തിട്ടാണ് ആയിരക്കണക്കിന്, 10,000 ലക്ഷക്കണക്കിന് മലയാളികളെ രക്ഷപ്പെടുത്തിയത്. ഇവിടെ ഇബ്രാഹിം കുട്ടി മൗലവി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കെ ഉമർ മൗലവിയുടെ പ്രഭാഷണം കേട്ടിട്ടാണ്, ഉമർ മൗലവിയുടെ പ്രസംഗം കേട്ടിട്ടാണ്. ഇങ്ങനെ ഉമർ മൗലവിയുടെ പ്രസംഗം കേട്ടിട്ടാണ് എന്റെ മനസ്സിനകത്ത് തൗഹീദിന്റെ സ്വാധീനമുണ്ടായത് എന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആയിരക്കണക്കിന് ആളുകൾ പറയും. രണ്ടത്താണി സെയ്ദ് മൗലവിയാണ് എന്റെ തലച്ചോറിലേക്ക് വെളിച്ചം നൽകിയതെന്ന് കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾ സാക്ഷ്യപ്പെടുത്തും. നമ്മുടെ ഓരോ പണ്ഡിതന്മാരെയും, കഴിഞ്ഞുപോയ ഓരോ നേതാക്കന്മാരെയും ഓർത്തോർത്തോർത്ത് കണ്ണുനീര് വാർത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന്, 10,000 മനുഷ്യന്മാരുണ്ട് കേരളത്തിൽ. ആ കണ്ണുനീര് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് ഈ പണ്ഡിതന്റെ പ്രഭാഷണമാണ്. എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി തന്നത് ഇന്ന പണ്ഡിതന്റെ പ്രസംഗമാണ്. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇന്ന പണ്ഡിതൻ വയലു പറഞ്ഞപ്പോഴാണ് എനിക്ക് വെളിച്ചമുണ്ടാകുന്നത്, എന്റെ മനസ്സിന് തെളിച്ചമുണ്ടാകുന്നത്, എനിക്ക് ബോധമുണ്ടാകുന്നത്. ഞാൻ എല്ലാം വലിച്ചെറിഞ്ഞ് തൗഹീദിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുന്നത്. സഹോദരങ്ങളെ, ഇത് രക്ഷാപ്രവർത്തനമാണ്. ഇത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഞാൻ 10 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഈ വേദിയിൽ കയറ്റി ഹാരമണിയിക്കും. നിങ്ങൾ എനിക്ക് വലിയ ആദരവ് തരും. 10 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്നവൻ എന്ന് വലിയ അക്ഷരത്തിൽ അച്ചടിച്ചിട്ട് ഫലകം തയ്യാറാക്കി സമ്മാനം തന്ന് നിങ്ങൾ എന്നെ ബഹുമാനിച്ചു വിടും. 10 കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തെക്കുറിച്ചോ ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. ഒരു മനുഷ്യനെ ശാശ്വതമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, നാളെ പരലോകത്തെ ശാപകോപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് നമുക്ക് മനസ്സിലാകണം. നമ്മളത് ആ രീതിയിൽ തന്നെ കണ്ട് മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രംഗത്ത് അഭിപ്രായം പറഞ്ഞും ആശയങ്ങൾ പങ്കുവച്ചും നിർദ്ദേശങ്ങൾ കൊടുത്തുമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഫീൽഡിലാണ് ആവശ്യമുള്ളത്, പ്രവർത്തന രംഗത്താണ് ആളുകളെ ആവശ്യമുള്ളത്. വീടുകൾ കയറാനാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആളുകളെ ആവശ്യമുള്ളത്. അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ആളുകളെ പോയി നേരിൽ കണ്ടിട്ട് മതപരമായ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആളുകളെ ആവശ്യമുള്ളത്. നമ്മുടെ തണുപ്പും നമ്മുടെ നിർജീവതയും നമ്മുടെ നിസ്സംഗതയും തൊട്ടടുത്ത സെക്കൻഡിൽ കഴിയുമെങ്കിൽ തൊട്ടടുത്ത സെക്കൻഡിൽ വാരി വലിച്ചു പുറത്ത് കളയണം നമ്മൾ.
നമ്മൾ ഈ ഒരു നിമിഷം മുതൽ കഠിനാധ്വാനത്തിനു വേണ്ടി സന്നദ്ധമായി രംഗത്തിറങ്ങിയാൽ നമ്മളെയൊക്കെ പലരും രക്ഷപ്പെടുത്തിയതുപോലെ, എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ പലരും രക്ഷപ്പെടുത്തിയതുപോലെ നമുക്ക് അള്ളാഹുവിന്റെ ദീൻ, കറകളഞ്ഞ കളങ്കമില്ലാത്ത ദീൻ അറിയാനും പഠിക്കാനും അത് മനസ്സിലാകാനും അവസരങ്ങൾ ഉണ്ടാക്കി തന്നതുപോലെ ഇനിയും ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മതപരമായ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. തെറ്റിദ്ധാരണകൾ തീർക്കാൻ നമുക്ക് കഴിയും. ദൂരങ്ങൾ കുറക്കാൻ നമുക്ക് കഴിയും. മുജാഹിദ് പ്രസ്ഥാനം എന്നും നമ്മളോട് ആവശ്യപ്പെട്ടത് ഈ നാട്ടിലെ മനുഷ്യന്മാരോടൊപ്പം ചേർന്ന് നിൽക്കാനാണ്. അത് ഹിന്ദുവായാലും, അത് ക്രിസ്ത്യാനിയായാലും, അത് ഭൗതികവാദിയായാലും, ഏത് രാഷ്ട്രീയക്കാരനായാലും അവരോട് ചേർന്ന് നിന്ന്, അവരുടെ കൂടെ നിന്ന്, അവർ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ സ്വന്തം ഐഡന്റിറ്റിയെ തല ഉയർത്തിപ്പിടിച്ച് സ്വന്തം ഐഡന്റിറ്റിയെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പാഠങ്ങളാണ്, അതിനാവശ്യമായ മാതൃകകളാണ് നമ്മുടെ പ്രസ്ഥാനവും പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും എല്ലാ കാലങ്ങളിലും നമുക്ക് പകർന്നു തന്നത്. നമ്മളോട് പറഞ്ഞു അവർ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ. നമ്മളോട് പറഞ്ഞു അവർ ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ. അവർ നമ്മളോട് പറഞ്ഞു ഇവിടുത്തെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടാൻ അവർ നമ്മളോട് പറഞ്ഞു. പക്ഷെ അതിൻ്റെ എല്ലാം കൂടെ അടിസ്ഥാനപരമായി അവർ ഉറപ്പിച്ച് നമുക്ക് കാണിച്ചു തന്നൊരു മാതൃക, തൗഹീദിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് നിന്ന് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത് എന്ന പാഠവും വലിയ സന്ദേശവുമാണ്. ISM സജീവമാകണം നമ്മുടെ പ്രദേശങ്ങളിൽ. അത് നമ്മുടെ ചെറുപ്പക്കാരെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടിയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ദീനുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ ബോധനങ്ങൾ അവരുടെ മനസ്സുകളിലേക്ക് നൽകുന്നതിനു വേണ്ടിയാണ് ISM സജീവമാകുന്നത്. ISMന്റെ കൂടെയാണെങ്കിൽ, MSMന്റെ കൂടെയാണെങ്കിൽ, MGMന്റെ കൂടെയാണെങ്കിൽ സുരക്ഷിതമാണ് എൻ്റെ കുടുംബം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് മുതിർന്നവരുടെ മനസ്സിനകത്തുള്ളത്. അത് ഉപയോഗപ്പെടുത്താൻ എല്ലാവരെയും പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാക്കി മാറ്റുവാൻ, കേവലമായ അംഗങ്ങൾ എന്നതിനപ്പുറം പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാക്കി മാറ്റുവാൻ നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിച്ച്, ജോലികൾക്കെല്ലാം ഇടയിൽ ഇറങ്ങിത്തിരിച്ച് പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നാം അതിന് ശ്രമിക്കണം. പലപ്പോഴും ജീവിതത്തിന്റെ വലിയ തിരക്കുകളുണ്ട്. ജോലി ഇല്ലാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിലില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പണിയുള്ള, ഉത്തരവാദിത്തമുള്ള, വലിയ വലിയ ബാധ്യതകളും കർത്തവ്യങ്ങളുള്ള ആളുകളാണ് നമ്മൾ. നിങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലത്തെക്കുറിച്ച് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ ഒക്ടോബർ വരെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് എൻ്റെ പങ്കെന്താണെന്ന്, എൻ്റെ യൂണിറ്റിൽ എന്ത് നടന്നു, എൻ്റെ ജില്ലയിൽ എന്ത് നടന്നു, എൻ്റെ മണ്ഡലത്തിൽ എത്ര പ്രസംഗം നടന്നു എന്നല്ല. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ ദിവസം വരെ ഒരു കൊല്ലക്കാലത്തെ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ പങ്കെന്താണ് എന്ന് ഈ ഇരിക്കുന്ന സദസ്സിൽ നമ്മൾ ഓരോരുത്തരും ചോദിക്കുക. നമ്മളതിന് നമ്മുടെ ജോലിയെ തടസ്സം പറയരുത്. അത് അള്ളാഹുവിനോട് കാണിക്കുന്ന വലിയ നന്ദികേടാണ്. അള്ളാഹുവേ, സർക്കാർ ഉദ്യോഗമുള്ളത് കൊണ്ടാണ് ദീനിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് ഞാൻ ഇല്ലാത്തത് എന്ന് പറയുന്ന നന്ദികെട്ടവരായി നമ്മൾ ആരും മാറരുത്. അള്ളാഹുവേ, എൻ്റെ മക്കളൊക്കെ ചെറിയ മക്കളാണ്. മക്കളെ തന്നതിന് റബ്ബിനോട് നന്ദികേട് കാണിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. അള്ളാഹുവേ, എൻ്റെ വീടിന്റെ പണി നടക്കുകയാണ്. വീടിന്റെ പണി നടക്കാനും വീട് കെട്ടാനും ഒരു സ്ഥലം തരാനും കാരുണ്യം കാണിച്ച റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവരായി നമ്മൾ മാറരുത്. തടസ്സം പറയുന്ന കാര്യങ്ങളില്ലേ, എന്തുകൊണ്ട് താങ്കളില്ല എന്ന് ചോദിക്കുമ്പോൾ, താങ്കളെന്തേ താങ്കളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, ഈ കൂട്ടായ്മയോടൊപ്പം എന്തുകൊണ്ട് താങ്കളെ സജീവമായി കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന 100 കാരണങ്ങളില്ലേ. ഓരോ കാരണങ്ങളും ഞാൻ ആത്മാർത്ഥമായി പറയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹുവേ, ഞാൻ നിന്റെ മാർഗത്തിലില്ല എന്ന് പറയുക. അള്ളാഹുവേ, ഞാൻ പ്രബോധന പ്രവർത്തനങ്ങൾക്കില്ല എന്ന് പറയുക. അള്ളാഹുവേ, ഞാൻ രക്ഷാപ്രവർത്തനങ്ങൾക്കില്ല എന്ന് വലിയ ധൈര്യത്തോടുകൂടെ പ്രഖ്യാപിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്
എൻ്റെ കിടക്കയും എൻ്റെ പായയും എൻ്റെ സഞ്ചിയിൽ കൊള്ളാവുന്ന ബാഗിൽ കൊള്ളാവുന്ന എൻ്റെ ആവശ്യമായ വസ്തുവകകളൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്താ കാരണം എന്നറിയോ? ഞാൻ സാങ്കല്പികമായ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് എനിക്ക് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു അരമണിക്കൂർ 30 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ വീട്ടിനകത്തൊരു വലിയ സ്ഫോടനം നടക്കും. 30 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ വീട്ടിനകത്തൊരു വലിയ സ്ഫോടനം നടക്കും. ആ സ്ഫോടനത്തിൽ എൻ്റെ വീട്ടിലെ മുഴുവൻ ആളുകളും ചാമ്പലായി പോകും എന്നുള്ള വിവരം കിട്ടിയപ്പോ ഞാൻ പെട്ടെന്നൊരു ബാഗ് എടുത്തിട്ട് എനിക്ക് ആവശ്യമായതൊക്കെ അതിൽ കുത്തി നിറച്ച് ഞാൻ മെല്ലെ വാതിൽ തുറന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോന്നു. എന്നെ കുറിച്ച് നിങ്ങൾ എന്തു പറയും? എന്നെ കുറിച്ച് നിങ്ങൾ എന്തു പറയും? നല്ലവനാണ് എന്ന് പറയുമോ? എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താകും? എൻ്റെ കുടുംബത്തെ, അവർക്ക് വരാനുള്ള ഒരു വിപത്തിനെ കുറിച്ചുള്ള വിവരം അറിഞ്ഞിട്ട് അത് അവരോട് പങ്കുവെക്കാതെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ ചാമ്പലാകുന്നതിന് വിട്ടുകൊടുത്ത ഒരുത്തനെ കുറിച്ച് നിങ്ങൾ എന്തു പറയും? നമ്മളൊക്കെ അങ്ങനെ ഒരു ആ രീതിയിലുള്ള ഒരു മനോഭാവത്തോടു കൂടെയാണോ ജീവിക്കുന്നത്? പള്ളിയിലേക്ക് നമ്മൾ ഒറ്റക്ക് പോവുക, ആ വീട്ടിലെ ചെറുപ്പക്കാരൻ അവിടെ കിടന്നുറങ്ങുക. അവിടുത്തെ കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മൾ അവരെ സുരക്ഷിതമായി അവിടെ കിടത്തി ഉറക്കുക. എന്നിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോവുക, നമ്മൾ ദീനീ പ്രവർത്തനങ്ങളിലേക്ക് പോവുക, നമ്മൾ ക്യാമ്പിനും സമ്മേളനത്തിനും ഇസ്ലാമികമായ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുക. മറ്റുള്ളവരെയൊക്കെ നമ്മൾ സുരക്ഷിതമായി വീട്ടിൽ ഉപേക്ഷിച്ചു പോരുക. ഇത് വലിയ നമ്മുടെ കുടുംബത്തോട് നമ്മൾ ചെയ്യുന്ന വലിയ നെറികേടാണ്. നമ്മുടെ കുടുംബം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകണം. നമ്മുടെ നാട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന പ്രവർത്തന മാർഗത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകണം. നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലെ ഓരോ വീടിനോടും നമുക്ക് ആശയവിനിമയം ഉണ്ടാകണം. അവരോട് മതം പറയുന്നവരുടെ മുമ്പിൽ, അവരോട് ദീനിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്നവരുടെ മുമ്പിൽ, അവരോട് അല്ലാ എന്ന് വിളിച്ചു പറയുന്നവരുടെ മുമ്പിൽ, അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ. മനസ്സ് നന്നാകുമ്പോഴാണ് ഒരു മനുഷ്യൻ നന്നാകുന്നത്. വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സ് പഴച്ചു പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ നശിച്ചു പോകുന്നത്. അങ്ങനെയാണ് ഒരു കുടുംബം നശിച്ചു പോകുന്നത്, ഒരു ജനത നശിച്ചു പോകുന്നത്. അടിസ്ഥാനപരമായ ഒരു ബോധം ശരി തെറ്റുകളെ കുറിച്ച് പടച്ചവൻ തന്നെ നമ്മുടെ മനസ്സിനകത്ത് തന്നിട്ടുണ്ട്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. അതിനെ ഒന്ന് മൂർച്ചപ്പെടുത്തിയെടുക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യന്റെ മനസ്സിലും അടിസ്ഥാനപരമായ ഒരു ദീനീ ബോധമുണ്ട്, അടിസ്ഥാനപരമായ ഒരു ദൈവിക ബോധമുണ്ട്, അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക ബോധമുണ്ട്. ആ ദീനീ ബോധത്തെ, ധാർമ്മിക ബോധത്തെ, ദൈവിക ബോധത്തെ ഉദ്ദീപിപ്പിക്കാനും ഉത്തേജിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്തമാണ് സംഘടനാ പ്രവർത്തനത്തിലൂടെ നിർവഹിക്കപ്പെടേണ്ടത്. തൃശ്ശൂർ ജില്ലയിൽ വളരെ സജീവമായ ഒരു ജില്ലാ ISMന്റെ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റികളൊക്കെ ഉണ്ട്. പ്രാദേശിക തലത്തിൽ ശാഖയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ വലിയ ദുർബലതയുള്ള, പേര് കേട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പഴക്കവും പാരമ്പര്യവുമുള്ള പ്രദേശങ്ങളുണ്ട്. മാറ്റങ്ങൾ ഉണ്ടാകണം, വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകണം, താഴെ തട്ടിൽ ചലനങ്ങൾ ഉണ്ടാകണം. യൂണിറ്റ് കമ്മിറ്റികളിൽ മെമ്പർമാർ മുഴുവൻ ചെറുപ്പക്കാരും മെമ്പർമാരാകണം. അവർ ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ ഒരുമിച്ച് കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. പ്രദേശത്തെ പള്ളിയും പ്രദേശത്തെ മദ്രസയും പ്രദേശത്തെ ദീനീ പ്രവർത്തനങ്ങളും ഈ ചെറുപ്പക്കാർ വളരെ ഉത്തരവാദിത്തത്തോടുകൂടെ, ആവേശത്തോടുകൂടെ ഏറ്റെടുത്ത് കൊണ്ടു നടക്കുന്ന പ്രവർത്തകന്മാരായി ഈ ചെറുപ്പക്കാർ ISMലേക്ക് കയറി വന്ന് അങ്ങനെ ആയി മാറിത്തീരുന്ന ഒരു സാഹചര്യം സംഘടനാ പ്രവർത്തനം കൊണ്ടുണ്ടാകണം. നമ്മുടെ യൂണിറ്റുകളിലൊക്കെ വളരെ പ്രസിദ്ധമായ ഒരുപാട് വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും നടന്നിട്ടുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഏത് ഓണം കേറാ മൂലയിലേക്കും തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എവിടെ നിന്നാണ് എന്ന് തേടിത്തെരഞ്ഞ് ആ വെളിച്ചത്തിന്റെ സ്രോതസ് തെരഞ്ഞു ചെന്നാൽ തൃശ്ശൂർ ജില്ലയിലാണ് എത്തുക. കേരളത്തിലെ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ തൗഹീദിലേക്ക് കൊണ്ടുവന്നതിന്റെ ആ വെളിച്ചത്തിന്റെ ഉറവിടം തേടി ചരിത്രത്തിലൂടെ പിന്നിലോട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ തൃശ്ശൂർ ജില്ലയിലാണ് വന്നു നിൽക്കുക. വലിയ ഊർജ്ജ സ്രോതസ്സായിരുന്നു ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ല കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വലിയ മാർഗദർശനം നൽകുന്ന ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് സാക്ഷിയായ നാട്ടിലാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ നിങ്ങൾ ജീവിക്കുന്നത്. നമുക്കതിന്റെ തുടർച്ചകൾ ഉണ്ടാകണം. വലിയ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ വലിയ മുന്നേറ്റങ്ങൾക്കുള്ള കാരണക്കാരായി
ചരിത്രത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി അടുത്ത തലമുറകൾക്ക് അതിനുവേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരായി നിങ്ങൾ മാറണം, നമ്മൾ മാറണം എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കൂടുതൽ ശക്തമായി കൂടുതൽ സജീവമായി പ്രവർത്തന രംഗത്ത് മുന്നേറാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിചിന്തനം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു ഔദ്യോഗിക മുഖപത്രവും പ്രസിദ്ധീകരണവുമാണ്. വിചിന്തനം വാരിക നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആ വിചിന്തനം വാരിക വന്നിരുന്ന വീടുകൾ ഉണ്ടാകും. അത് ഈ ഒക്ടോബർ മാസത്തോടുകൂടെ അവസാനിക്കുകയാണ്. വിചിന്തനത്തിന്റെ പ്രചരണ മാസം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വീടുകളിൽ, എല്ലാ വീടുകളിലും വിചിന്തനം വാരിക വരുന്നു എന്നുറപ്പുവരുത്തണം. ഞങ്ങളാരും വായിക്കുകയില്ല, ഞങ്ങളുടെ വീട്ടിൽ അത് വായിക്കുന്നില്ല എന്ന ധിക്കാരം പറയുന്നവരായി നമ്മൾ മാറരുത്. ആഴ്ചയിൽ ഒരിക്കൽ വീടിന്റെ വാതിലിൽ മുട്ടി അകത്തേക്ക് വരുന്ന അള്ളാഹുവിന്റെ ദീനിനെ മലയാളത്തിൽ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ഒരു പ്രസിദ്ധീകരണത്തിന് ഞങ്ങൾ വാതിൽ കുട്ടി അടക്കുന്നവരാണ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. വീട്ടിലെ ഉത്തരവാദപ്പെട്ടവരൊക്കെ ഉമ്മ മുതൽ വാപ്പ മുതൽ മക്കളും പേരക്കുട്ടികളും മരുമക്കളും ഒക്കെ വിചിന്തനവും അൽമനാറും വായിക്കുന്നവരാകട്ടെ. അത് വീടിന്റെ ഒരു ചര്യയായി മാറട്ടെ. അങ്ങനെ വായനയിലൂടെ, പഠനങ്ങളിലൂടെ നമ്മുടെ മക്കൾക്കും നമ്മുടെ അടുത്ത തലമുറകൾക്കും വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. വിചിന്തനം വാരിക നിർബന്ധമായി. ഇത് നിങ്ങളുടെ ഒരു സംഘടനയുടെ സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുള്ള വളരെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്. ഒരു നേരത്തെ മന്തി വാങ്ങാൻ 700 രൂപയാണ്. 50 രൂപ കുറച്ച് 650 രൂപയാണ് ഒരു കൊല്ലം വിചിന്തനം നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ളത്. നമ്മളപ്പോഴും പണത്തിന്റെ പ്രയാസം പറയും. ആഴ്ചയിൽ ഒരിക്കൽ 2-3 തവണ ഔട്ടിങ്ങിന് പോയി പുറത്തുപോയി മന്തി അടിച്ചു മാറാൻ ആർക്കൊരു പ്രയാസമില്ല. അവിടെ പണം പോകുന്നുവോ നമ്മൾ ചിന്തിക്കാറില്ല. കൊല്ലത്തിലൊരിക്കൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട്, പള്ളിയിലെ 4 ആളുകൾ വന്നിട്ട് വിചിന്തനം ചേരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് 650 കളയണത്, അതിവിടെ വായിക്കാൻ ആരുമില്ല എന്ന വേദന, 650ന്റെ വേദന പ്രകടിപ്പിക്കുന്നവരാണ് ഞാനും നിങ്ങളും. 650 രൂപ കൊല്ലത്തിലൊരിക്കൽ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി നിയത്ത് വെക്കുക. വിചിന്തനം എന്ന പ്രസിദ്ധീകരണത്തിന്റെ നിലവിലിറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉത്തരവാദപ്പെട്ട അതിൻ്റെ ഒരാളെന്നുള്ള നിലക്കാണ് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്തുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ ഇടപെടൽ എന്നുള്ള നിലക്കാണ് വിചിന്തനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. നിങ്ങളത് എല്ലാ വർഷവും ഒരു 650 രൂപ അതിന് മാറ്റിവെച്ചിട്ട് ആ വിചിന്തനത്തിന്റെ വരിക്കാരായി അതിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണം. വായിക്കുന്നവർ 10 ആണെങ്കിൽ 10 പേർക്ക് വായിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരു പ്രസിദ്ധീകരണം അച്ചടിക്കാനും പ്രസിദ്ധീകരിക്കാനും വിതരണം ചെയ്യാനും അതിന് നിലനിൽക്കാനും കഴിയില്ല. വായിക്കുന്നവരും വായിക്കാത്തവരും വാങ്ങണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. വീടുകളിലൊക്കെ വായിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ വീടുകളിൽ അത് വായിക്കുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ പ്രസ്ഥാനത്തോടൊപ്പം, വിചിന്തനത്തോടൊപ്പം, പ്രബോധന പ്രവർത്തനങ്ങളോടൊപ്പം, ISMന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളോടൊപ്പം ആവേശത്തോടുകൂടെ തൃശ്ശൂർ ജില്ലയും ഉണ്ടാകണേ എന്ന അഭ്യർത്ഥനയോടെ ഇങ്ങനൊരു അവസരം തന്നതിന് എൻ്റെ സന്തോഷകരമായ എല്ലാ നന്ദിയും നമ്മുടെ സംഘാടകർക്ക് അറിയിച്ചുകൊണ്ട്, സർവശക്തൻ കാരുണ്യവാൻ ഇത്തരത്തിലുള്ള ദീനീ പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ സൽക്കർമ്മമായി സ്വീകരിച്ച് പരലോകത്ത് സ്വർഗാവകാശികളാകാനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.